ഹലോ ഓൾ, വെൽക്കം ടു കനേഡിയൻ ഗ്രാൻഡ് പ്രീ. അപ്പോൾ ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം ഫോർമുല 1 കാനഡയിലേക്ക് തിരിച്ചു വന്നു. അപ്പം മയാമി ഗ്രാൻഡ് പ്രീ കഴിഞ്ഞ് കാനഡയിലേക്ക് ഒരു 3 ആഴ്ചത്തെ ഗ്യാപ്പ് വേണമായിരുന്നു എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വേണ്ടായിരുന്നു. കാരണം മയാമിയും കാനഡയും തമ്മിൽ വലിയ ഡിസ്റ്റൻസ് വ്യത്യാസമൊന്നുമില്ല, തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളല്ലേ. അപ്പം ഇത് ഡ്രൈവേഴ്സിൻ്റെ ആ ഒരു ഫോം ഉണ്ടല്ലോ, അത് പോകാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇത്ര വലിയൊരു ഗ്യാപ്പൊക്കെ വരുമ്പോഴത്തേക്ക്. അപ്പം കാനഡിയൻ ഗ്രാൻഡ് പ്രീയിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത് ഫ്രീ പ്രാക്ടീസിൽ നിന്നാണ്. ഫ്രീ പ്രാക്ടീസിൽ ഏറ്റവും കുറവ് ലാപ്പ് ടൈം ഉള്ളത് കിമി ആൻ്റനിലിക്കാണ്. 1 മിനിറ്റും 13 സെക്കൻഡ് 13.402 സെക്കൻഡ്സ് ആണ് കിമി ആൻ്റനിലിയുടെ ലാപ്പ് ടൈം. തൊട്ട് താഴെ ജോർജ് റസൽ, ലൂയിസ് ഹാമിൽട്ടൺ, ചാൾസ് ലെക്ലർക്ക്, പിന്നെ മാക്സ് വെർസ്റ്റാപ്പൻ ആദ്യത്തെ 5 പൊസിഷനിൽ തന്നെ ഉണ്ട്. ആദ്യത്തെ 5 പേരുടെ കാര്യമാണ് ഞാനിപ്പം പറഞ്ഞത്. അപ്പം മാക്സും ഏറ്റവും ടോപ്പിലുള്ള ആൻ്റനിലിയും തമ്മിൽ ആ ഒരു ടൈം വ്യത്യാസം എന്ന് പറയുന്നത് 0.964 സെക്കൻഡ്സ് ആണ്. അതായത് 1 സെക്കൻഡിനുള്ളിലാണ് ഇവർ തമ്മിലുള്ള ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ റെഡ് ബുൾ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രീ പ്രാക്ടീസിലുണ്ടായ മെയിനായിട്ടുള്ള ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ലാൻഡോ നോറിസ് ലോക്കഡപ്പ് ആയി. മീൻസ് മെക്ലാരന് വീണ്ടും ഒരു മെക്കാനിക്കൽ ഇഷ്യൂ ഉണ്ട്. ബ്രേക്ക് ചെയ്യുമ്പോൾ റിയറും ഫ്രണ്ടും ഡിഫറൻഷ്യൽസ് ലോക്കായി പോകുന്നുണ്ട്. ലോക്കായി പോയിട്ട് ട്രാക്ക് വിട്ട് ഓഫ് ബൗൺസിലേക്ക് സ്ലിപ്പായി പോയി. ക്രാഷ് ഒന്നും ആയില്ല, പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്തെടുത്തുകൊണ്ട് വന്നു. അതുപോലെ തന്നെ കുറച്ച് ലാപ്പ് കഴിയുമ്പോഴത്തേന് ഓസ്കറും ഇതുപോലെ ലോക്കപ്പായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ മെക്ലാരൻ്റെ ഇപ്പോഴത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഗ്രിപ്പ് കുറയുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് വില്യംസിൻ്റെ അലക്സ് ആൽബോൺ, അതറിയാലോ, ഈ കനഡയിലെ ആ ഒരു സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് മീറ്റ് ഈ ഗ്രൗണ്ട് ഹോഗ് എന്ന് പറയും. ഇത് ഈ അണ്ണാനെ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുമായിട്ട് കൊളൈഡ് ചെയ്തിട്ട് ക്രാഷായി. പിന്നെ അൽപൈനും റേസിംഗ് ബുൾസിനും ഇതുപോലെ മെക്കാനിക്കൽ ഹൈഡ്രോളിക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ലിയാം ലോസന്റെ കാറിന് പവർ സ്റ്റിയറിംഗ് നഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ കനഡയിലേക്ക് വന്നപ്പം അപ്ഡേറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഹാസിന്റെ കാര്യം പറഞ്ഞില്ല. ഹാസ് ഫ്രണ്ട് വിങ്സിലും റിയർ സസ്പെൻഷൻസിലും അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വേറൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അവരുടെ കാരണം എന്തോ ഫ്ലോറിന് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എസ്തവനോക്കാണ് ഒരു കാര്യം പറഞ്ഞു, കാറ് കൂടുതലായിട്ട് ട്രാക്കുമായിട്ട് ഇടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കമ്പുണ്ടെങ്കിലും ട്രാക്കുമായിട്ട് ഇടിക്കുന്നുണ്ട്. അത് കാരണമാണ് എസ്തവനോക്കൻ ക്രാഷ് ആവുകയും ചെയ്തു. അങ്ങനെ ഫ്രീ പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞു. അടുത്തത് സ്പ്രിന്റ് റേസിനുള്ള ക്വാളിഫയർ ആണ്. സ്പ്രിന്റ് ക്വാളിഫയർ എല്ലാ ഡ്രൈവേഴ്സും എല്ലാ ടീംസും സ്റ്റാർട്ട് ചെയ്തത് മീഡിയം ഡേയ്സിലാണ്. പിന്നെ സ്പ്രിന്റ് ക്വാളിഫയേഴ്സിന്റെ ഫസ്റ്റ് ക്വാളിഫയറിൽ Q1 ഏറ്റവും വലിയ ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഫെർണാണ്ടോ അലോൺസോ ക്രാഷ് ആയിരുന്നു. അപ്പോൾ ഫെർണാണ്ടോ അലോൺസോ ക്രാഷ് ആയതുകൊണ്ട് ആ ഒരു സെഷൻ കംപ്ലീറ്റ് റെഡ് ഫ്ലാഗ് ആയിരുന്നു. അപ്പോൾ വീണ്ടും ആസ്റ്റൺ മാർട്ടിന് തീരാത്ത കുറേ മെക്കാനിക്കൽ ഇഷ്യൂസ്, വീണ്ടും ആ ഒരു ബ്രേക്ക് ലോക്ക്ഡപ്പ് ആയി പോയി. ആ ഒരു സെയിം ഇഷ്യൂ ബ്രേക്ക് ചെയ്തപ്പം 2 ബ്രേക്ക് ലോക്കപ്പ് പോയിട്ടാണ് ബാരിയർ ഇടിച്ചത്. അപ്പം സ്പ്രിന്റിന്റെ SQ1 ഡിസ്ക്വാളിഫൈ ആയത് സെർജിയോ പെരസ്, ലാൻസ് സ്ട്രോൾ, പിയർ ഗ്യാസ്ലി, ബോട്ടാസ്, ആൽബോൺ, പിന്നെ ലോസൺ. പിന്നെ അടുത്ത SQ2 നല്ലൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വാശിയേറിയ ഒരു പോരാട്ടം ഉണ്ടായിരുന്നു. കാർലോസ് സൈൻസ്, അതേപോലെ ബോർട്ടലെറ്റോ, ഹൾക്കൻബർഗ്, ഇവർ 3 പേരും കൂടെയാണ് P10 വേണ്ടി. കാരണം SQ1 10 തൊട്ട് 20 വരെയുള്ള പോയിന്റിലുള്ളവരെയാണല്ലോ, പൊസിഷനിലുള്ളവരെയാണ് ഡിസ്ക്വാളിഫൈ ആയി പോകുന്നത്. അപ്പം അടുത്ത SQ2 1 തൊട്ട് 10 വരെ അതിനുള്ളിലേക്കാണ് പിന്നെ ക്വാളിഫയർ വരുന്നത്. അപ്പം P10 വേണ്ടി ഈ 3 പേര് ബോട്ടലെറ്റോ, സെയിൻസ്, ഹൾക്കൻബർഗ് ഇവർ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹൾക്കൻബർഗ് P10 വന്നു. പക്ഷേ സെഷൻ കഴിയുന്നതിന് തൊട്ട് മുമ്പ് കാർലോസ് സൈൻസ് വീണ്ടും കയറി. അപ്പം SQ2 ഹൾക്കൻബർഗ്, ബോട്ടലെറ്റോ, കോളപ്പിൻഡോ, ഓക്കോൺ, ബെയർമാൻ, അലോൺസോ ഇവർ എലിമിനേറ്റ് ചെയ്യും. പിന്നെ അടുത്ത സ്പ്രിന്റ് ക്വാളിഫയറിന്റെ SQ3 ആയപ്പോഴത്തേന് ബാക്കി 1 തൊട്ട് 10 വരെ ഉള്ളവർ എല്ലാ ഡ്രൈവേഴ്സും സോഫ്റ്റ് ടയേഴ്സിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ ആ സമയത്ത് ജോർജ് റസലിന് അടിപൊളി പേസ് ആയിരുന്നു. റസലിന്റെ ലാപ്പ് ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് 12 സെക്കൻഡ് 12.965 സെക്കൻഡ്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ റസലിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാക്കാണ്. പുള്ളി അത് പ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെയുള്ളത് സെക്കൻഡിലുള്ളത് ക്വാളിഫൈ ചെയ്തത് ആന്റനിലിയാണ്. ആന്റനിലിയുടെ ടൈം റസലിനേക്കാളും 0.068 സെക്കൻഡ്സ് പുറയിലായിരുന്നു. പിന്നെ ഈ ക്വാളിഫയറിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂയിസ് ഹാമിൽട്ടൺ ആ ഒരു ഹെയർ പിൻ ഉണ്ടല്ലോ, ടേൺ 13 കഴിയുമ്പോഴാണ് ഹെയർ പിന്നിൽ ഒത്തിരി ഡീപ്പായിട്ട് പോകുന്നു. ഇതിന്റെ എക്സ്ട്രാ ആക്സിലറേഷൻ ബ്രേക്കിങ്ങിന്റെ പ്രശ്നമാണ്, ബ്രേക്ക് ഡക്റ്റ് കൂളിങ്ങിന്റെ ഒക്കെ പ്രശ്നമാണത്. കൂൾ ചെയ്തില്ലെങ്കിൽ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു പ്രശ്നമാണ്. ഫെറാറിയുടെ അങ്ങനെ ഒരു മെക്കാനിക്കൽ ഇഷ്യൂ ഉണ്ട്. അങ്ങനെ സ്പ്രിന്റ് റേസിംഗിനുള്ള ക്വാളിഫയേഴ്സ് കഴിഞ്ഞു. ജോർജ് റസൽ ആയിരുന്നു P1 ഗ്രിഡ് പൊസിഷൻസ്, അതായത് സ്പ്രിന്റ് റേസിനുള്ള ഗ്രിഡ് പൊസിഷനിൽ P1 ഉണ്ടായിരുന്ന ജോർജ് ആയിരുന്നു. എല്ലാവരും വിചാരിച്ച പോലെ തന്നെ ജോർജ് റസൽ തന്നെ സ്പ്രിന്റ് റേസ് വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കനേഡിയൻ ഗ്രാൻഡ് പ്രീയിൽ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ വെതറാണ്. എപ്പം മഴ പെയ്യും, എന്തായിരിക്കും ക്ലൈമറ്റ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുവരെ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഒരു വെറ്റ് റേസ് വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ വെറ്റ് റേസ് വന്നു കഴിഞ്ഞാൽ ഒരു വെറ്റ് ക്ലൈമറ്റിൽ എങ്ങനെയായിരിക്കും ഈ ഒരു പുതിയ റെഗുലേഷൻ അനുസരിച്ചുള്ള കാറ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വെറ്റ് റേസിൽ എങ്ങനെയായിരിക്കും, അത് പെർഫോമൻസ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ബാറ്ററി ഡിപ്ലോയ്മെൻറ്റ് എങ്ങനെയായിരിക്കും, ബ്രേക്കിംഗ് എങ്ങനെയായിരിക്കും,
അതുപോലെ കോർണറിങ് എങ്ങനെയായിരിക്കും, അതുപോലെ വിങ്സ് ഒക്കെ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡേറ്റ ഇവർക്ക് ഫിസിക്കലി കിട്ടിയിട്ടില്ല. സിമുലേഷനിലുണ്ട്, അതല്ലാതെ റിയൽ ഫിസിക്സുമായിട്ട്, റിയൽ വേൾഡ് കണ്ടീഷണൽ ഫിസിക്സുമായിട്ട് ഇതുവരെയും കാറ് ഇൻട്രാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആണ്. എന്നാൽ അതിനനുസരിച്ചിട്ട് ടീമുകൾക്ക് എന്ത് ചെയ്യാം, മുൻകരുതൽ ഒരു തവണ ഒരു വെറ്റ് റേസ് നടത്തി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് അവർക്ക് മുൻകരുതൽ എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ കനഡിയൻ ഗ്രാൻഡ് പ്രീ ചിലപ്പം റേസ് നടക്കുമ്പോൾ, ഇതുവരെ മഴ പെയ്തിട്ടില്ല, റേസ് നടക്കുമ്പോൾ മഴ പെയ്യുമെന്ന് അങ്ങനെ ഫോർകാസ്റ്റിംഗ് വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അതുകൊണ്ട് നമുക്കറിയില്ല. പിന്നെ അതുമാത്രമല്ല, പിറല്ലി അറിയാലോ, പിറല്ലിയാണ് നമുക്ക് ഫോർമുല 1 എല്ലാ ടയേഴ്സും കൊടുക്കുന്നത്. അപ്പം പിറല്ലിക്ക് വെറ്റ് ടയേഴ്സ് ഇതുവരെ യൂസ് ചെയ്യേണ്ട വന്നിട്ടില്ല. വെറ്റ് ടയേഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഈ കാണുന്ന ഫോർമുല 1 ടയർ പോലല്ല, ഫ്ലാറ്റോ അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിക്കി ടയർ അല്ല, അതിന് ഗ്രിപ്പുള്ള ടയേഴ്സാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടയർ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പം പിറല്ലിയുടെ സൈഡിൽ നിന്നും അതിനൊരു ഡേറ്റയോ പെർഫോമൻസ് ഡേറ്റയോ ഒന്നും ഇതുവരെ അവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അതൊരു വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് എന്താകുന്നത്. പിന്നെ ഇതിലുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു, ജോർജ് റസലിന് ഈ കനേഡിയൻ ഗ്രാൻഡ് പ്രീയിൽ പുള്ളിയുടെ പെർഫോമൻസ് ബ്രില്യൻസ് പ്രൂവ് ചെയ്യണമെന്നുണ്ട്. എന്നാലേ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ സമയത്ത് മെഴ്സിഡസ് പുള്ളിയെ കൺസിഡർ ചെയ്യത്തുള്ളൂ. അതുമാത്രമല്ല, ടോട്ടോ വോൾഫ് ആൻ്റനെല്ലിയുമായിട്ട്, കിമി ആൻ്റനെല്ലിയുമായിട്ട് ടോട്ടോ വോൾഫ് ഇച്ചിരി ഒരു സോഫ്റ്റ് കോർണറാണ്. കഴിഞ്ഞ വർഷം വന്നതല്ലേ ഉള്ളൂ. ജോർജ് ഇച്ചിരിയുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറാണ്. അപ്പോൾ അങ്ങനൊരു കൺസിഡറേഷൻ ഉണ്ട്. അപ്പം ഈ കനേഡിയൻ ഗ്രാൻഡ് പ്രീ എത്തിയപ്പോഴത്തേന് ജോർജ് നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ റേസുകളിലൊന്നും ചെയ്യാത്ത പോലെ ഉള്ളൊരു പെർഫോമൻസ്. ഓൾറെഡി ജോർജിൻ്റെ ഒരു ഫേവറേറ്റ് സർക്യൂട്ടാണെങ്കിൽ പോലും അത് വന്നതിൻ്റെ എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കാറ് തമ്മിൽ സ്വാപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം, അല്ലെങ്കിൽ ഗാരേജസ് തമ്മിൽ സ്വാപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ജോർജിന് ജയിക്കാനായിട്ട്. പിന്നെ സ്പ്രിന്റ് റേസിനിടയിൽ റെഡ് ബുള്ളിൻ്റെ ഐസക് ഹഡ്ജറിൻ്റെ കാറിന് എഞ്ചിൻ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. മാക്സിൻ്റെ കാറല്ല, ഹഡ്ജറിൻ്റെ കാർ. ഇത് എന്താ സംഭവം എന്ന്, എന്തെങ്കിലും മെക്കാനിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ ചാസിയും എഞ്ചിനും തമ്മിൽ ട്യൂണാവാത്ത എന്തെങ്കിലും ഇഷ്യൂ, പെട്ടെന്നുള്ള എന്തെങ്കിലും ആ ഒരു അപ്ഗ്രേഡ് കൊണ്ടുവന്നതുകൊണ്ടുള്ള പ്രശ്നം എന്തെങ്കിലും ആയിരിക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് വേറൊരു വീഡിയോ ചെക്ക് ചെയ്യാം. പിന്നെ സ്പ്രിന്റ് റേസിലെ ലാപ്പ് 5ഉം 6ഉം ഉണ്ടല്ലോ, അബ്സല്യൂട്ട് റേസിംഗ് ആയിരുന്നു. ജോർജ് റസലും ആൻ്റനെല്ലിയും തമ്മിൽ നല്ലൊരു റൈവൽറി ആയിരുന്നു. ജോർജാണ് ഫ്രണ്ടിൽ പോകുന്നത്, ആൻ്റനെല്ലി തൊട്ട് മുമ്പിൽ, തൊട്ട് പുറകിൽ. ഒരു സെക്കൻഡ് ഗ്യാപ്പ് പോലും ഇല്ല, 0.something സെക്കൻഡ്സിൽ ഗ്യാപ്പിൽ നല്ലൊരു ചേസിങ് ഉണ്ടായിരുന്നു ലാപ്പ് 5ഉം 6ഉം. അങ്ങനെ ടീംമേറ്റ്സ് തമ്മിൽ നല്ലൊരു ബാറ്റിലിനിടയിൽ ആൻ്റനെല്ലിയിൽ കൺട്രോൾ വരുന്നത്, ഗ്രിഡ് ട്രാക്ക് വിട്ട് പള്ളിയിൽ പോയി. അപ്പോൾ ആ സമയം കൊണ്ട് ലാൻഡോ നോറിസ് P2 കയറി വന്നു. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ രണ്ട് ഫെറാറീസും തമ്മിൽ ചെറിയൊരു ബാറ്റിലുണ്ടായിരുന്നു. അവരിങ്ങ് എപ്പോഴും ഉള്ളത് തന്നെ ഗിവ് ആൻഡ് ടേക്ക്. ഹാമിൽട്ടണാണ് ഫ്രണ്ടിലുള്ളത്, ലെക്ലർക്ക് കയറാൻ വേണ്ടി ട്രൈ ചെയ്യും. അങ്ങനെ ഒരു രീതിയിൽ ചെറിയൊരു ഫൈറ്റ്, അത്ര കൂടുതൽ നേരമൊന്നും നിന്നില്ല. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ റേസ് കണ്ടാൽ തന്നെ മനസ്സിലാവുമായിരുന്നു, സ്പ്രിന്റ് റേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ജോർജ് തന്നെ ജയിക്കുള്ളൂ. പിന്നെ അത്ര അധികം പേസിലും പുള്ളിക്ക് ജയിച്ചേ പറ്റൂ. ഡോർ ഡൈ സിറ്റുവേഷനിലാണ് ജോർജ് തന്നെ ജയിക്കുമെന്ന് തോന്നുമായിരുന്നു. സോ ആസ് എക്സ്പെക്റ്റഡ് ജോർജ് റസൽ വാസ് എ സ്പ്രിന്റ് റേസ് വിന്നർ. അടുത്ത് ചെക്ക് ചെയ്യാനുള്ളത് സ്പ്രിന്റ് റേസും കഴിഞ്ഞു ക്വാളിഫയേഴ്സ്, മെയിൻ റേസിനുള്ള ക്വാളിഫയേഴ്സ്. മെയിൻ റേസ് അതായത് ഇന്ന് രാത്രി, നാളെ വെളുപ്പിനെ 2 മണി സമയത്തെങ്ങാണ്ടാണ്. അപ്പം ക്വാളിഫയേഴ്സിൽ ജോർജ് റസലാണ് P1 ക്വാളിഫൈ ചെയ്തേക്കുന്നത്. ജോർജ് റസലിൻ്റെ ക്വാളിഫയേഴ്സിൽ Q1 ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് 13.963 സെക്കൻഡ്സ്. Q2 1 മിനിറ്റ് 13.79 സെക്കൻഡ്സ്. Q3 1 മിനിറ്റ് 12.578 സെക്കൻഡ്സ്. പിന്നെ തൊട്ട് താഴെയുള്ള കിമിയുടെ ടൈം എന്ന് പറയുന്നത് ജോർജുമായിട്ട് വളരെ, അതായത് ഒരു സെക്കൻഡിലെ 0.6 ആ ഒരു രീതിയിൽ മാത്രമേ ഇവർ തമ്മിൽ ഗ്യാപ്പ് വരുന്നുള്ളൂ. പിന്നെ മൂന്നാമതുള്ള ലാൻഡോ, പിന്നെ ഓസ്കർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡറിലാണ് പോകുന്നത്. മെഴ്സിഡസ്, മെക്ലാരന്, പിന്നെ ഫെറാറി, ലൂയിസ്, പിന്നെ മാക്സും ഹഡ്ജറും, 2 റെഡ് ബുൾസ്. പിന്നെ റെഡ് ബുൾസിൻ്റെ അപ്ഗ്രേഡിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വെയിറ്റ് കുറച്ചിട്ടുണ്ട്, അതേപോലെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ് EDO കഴിയുമ്പോഴത്തേന് പുതിയ പാക്കേജ് വരും. പിന്നെ ഓഫ് കോഴ്സ് റെഡ് ബുള്ള് ബാക്ക് ഓൺ ട്രാക്കാണ് വരുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് ഞാൻ ഈ സ്പ്രിന്റ് റേസ്, പിന്നെ മെയിൻ റേസിനുള്ള ക്വാളിഫയേഴ്സ് ഇത്രയും കണ്ടു കഴിഞ്ഞു. എനിക്കത് കണ്ടപ്പം തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. അത് കണ്ടുകൊണ്ടിരുന്നപ്പം ഇടയ്ക്കിടയ്ക്കാണ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കണ്ടുകൊണ്ടിരുന്നപ്പോഴും കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കണ്ടപ്പോൾ തോന്നിയതിന് കമൻറ്റ് ചെയ്യണം കേട്ടോ. റേസ് മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആവും. കാരണം കുറച്ച് ടീമുകളെല്ലാം സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യുന്ന ഒരു അണ്ടർ കട്ട് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ കാണാൻ, അത് മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആവും. ആ ഒരു സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളും ഉണ്ട്. ചിലപ്പം റേസ് ഡിലേ ആവും, അല്ലെങ്കിൽ പ്രീപോൺ അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻസ്? ഇതുവരെ കണ്ട പെർഫോമൻസ് കണ്ടിട്ട് എന്താണ് പ്രഡിക്ഷൻസ്? കമൻറ്റ് ചെയ്യും. ഒരു മിനിറ്റ്. ഈ റേസ് കഴിഞ്ഞു, അതായത് വെളുപ്പിനെ റേസ് കഴിഞ്ഞിട്ട് റേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.